നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ മനസ്സിലാക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഭാര്യയെ ഞാൻ വന്ദനയിൽ കാണുന്നു. ഗുരുത്വവും അച്ചടക്കവും അനുസരണശീലമുള്ള ഒരു മരുമകളെ വന്ദനയിൽ ഞാനും കാണുന്നുണ്ട്. എന്നാലും ഈ തിരുമേനി മാധവന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഏത് സംശയങ്ങളും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചോദിക്കണം സുഭദ്രാമേ. വന്ദനയുടെ ജാതകദോഷത്തിലൊന്നും മോന് വിശ്വാസമില്ല. എങ്കിലും അമ്മയെന്ന നിലയിൽ എനിക്കൊരാശങ്കയുണ്ട്. താലികെട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കൂ തിരുമേനി? എന്നാൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, വന്ദനയുടെ ജാതകദോഷം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ദൈവമേ, ഇപ്പോ വന്ദനയുടെ കഴുത്തിൽ ഒരു താലി വീഴേണ്ട സമയം. ആ നല്ല സമയം കുറെ കാലം നീണ്ടു നിൽക്കും. ആ സമയത്തിനുള്ളിൽ വന്ദനയുടെ താലികെട്ട് നടന്നിരിക്കും. നടന്നേ തീരൂ. താലികെട്ട് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് താലികെട്ടുന്നവന്റെ കുടുംബത്തിൽ വല്ല ദുർമരണവും സംഭവിക്കോ തിരുമേനി? അതിനുള്ള മറുപടി പറയാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ഈ പൂജ കൊണ്ട് വന്ദനേച്ചിക്ക് ഗുണമുണ്ടാവുമോ? കുടുംബത്തില് മറ്റുള്ളവർക്കും ഗുണമുണ്ടാവില്ലേ? ഉണ്ടാകും. മനോജിന്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾക്കും ഗുണമുണ്ടാകില്ലേ എന്നാണ് മനോജിന്റെ സംശയം. അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൂജ നടക്കുമ്പോ ശ്രീകോവിലിൽ അശുഭലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അതിൽ നിന്ന് ആർക്കും ദുർമരണവും സംഭവിക്കില്ല. ഗർഭിണിക്കും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.